ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഈ ഒരു കറിയുടെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു കറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ ഇത്താന്ന് വെച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ചെമ്മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുള്ളത് 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കറുത്ത പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് 5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിലോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. വലിയ സവാള ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ ഈ സവാളയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനിയായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും അരപ്പോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും 1/2 കിലോന് ചെമ്മീൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കുക. അത് നമുക്കൊരു എന്താ പറയുക, ഈ 1/2 കിലോ ചെമ്മീനൊരു കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലെടുത്താൽ അതിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊരു കുറുക്കിയെടുക്കുക. അപ്പോൾ കുറുക്കിയെടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണമയം മുകളിൽ ഇങ്ങനെ കാണുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി വിതറിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കുന്നുണ്ട് അവർക്ക് നന്നായിട്ട് എന്താ പറയുക വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ വേറെ കറിക്കൊപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറീൻ്റെ ഒരു ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചോറിനൊപ്പവും അതുപോലെ തന്നെ അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനീ പറഞ്ഞ അതേ അളവിൽ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിന് മുളക് പൊടിയൊക്കെ കൂടിയാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാനീ പറഞ്ഞ 1/2 കിലോ ചിക്കൻ്റെ അതേ ഒരു ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.